ഒരു മലയാളി ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ഡ്രോണിൻ്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, അതും നമ്മൾ തന്നെ എടുത്തിക്കണത്. അപ്പോൾ ആണ് തോന്നുന്നു കേട്ടോ. കാരണം യൂട്യൂബിലോ ഇൻസ്റ്റയിലോ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ആരും എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹായ്, എന്തല്ല ക്ഷമ പറയണത് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും അല്ലേ? സത്യമാണ് കേട്ടോ. അതിപ്പോൾ അടുത്താണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു ഡ്രോണ് എടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയിലും അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവില്ലേ? അപ്പോൾ സൗദി അറേബ്യയിൽ നമ്മൾ കൊടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3-4 മാസം ആയിട്ടോ. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് 2 ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത ഡ്രോണിൻ്റെ ലൈസൻസാണ്. ഓക്കെ, ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസാണ്. നമ്മൾ ഡ്രോൺ എടുത്താൽ പോരല്ലോ, അത് ഓപ്പറേറ്റ് ചെയ്യണം. 2 ലൈസൻസും വേണം ഇവിടെ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനും അതേപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ആദ്യം പറഞ്ഞുതരാം. അതിന് ശേഷം അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വാ, ഇതിനാദ്യം വേണ്ടത് ക്ഷമയാണ്. കാരണം വെച്ചാൽ ഇതിന് ലൈസൻസ് എടുക്കണമെങ്കിൽ മിനിമം 6 മാസത്തിൻ്റെ ക്യാപ്പിങ്ങിൽ വേണം. നമുക്ക് പെട്ടെന്ന് കിട്ടി, നമുക്ക് 4 മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും മിനിമം ഒരു 6 മാസമെങ്കിലും നമ്മൾ കാണണം കേട്ടോ. എന്നാലേ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അപ്രൂവലായി കിട്ടുകയുള്ളൂ. നമുക്ക് ഡ്രോണ് സൗദി അറേബ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എവിടെയും സൗദി അറേബ്യയിൽ ഡ്രോണിന് സ്റ്റോറില്ല. നമുക്കിനി പർച്ചേസ് ചെയ്യാതെ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കാതെ പറത്താനും പറ്റില്ല. എന്തായാലും പർച്ചേസ് ചെയ്യാനും പറ്റില്ല. നമുക്ക് എയർപോർട്ട് വഴി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ബോർഡർ വഴി എങ്ങനെയായാലും കൊണ്ടുവരണമെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല. ശരിക്കും ഏതൊരു രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നിയമങ്ങൾ പഠിക്കുക. ഇതെവിടെയൊക്കെ ഉപയോഗിക്കാം, എവിടെ വെച്ചിട്ട് എവിടെയൊക്കെ ഉപയോഗിച്ചാണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പഠിക്കുക. എന്നിട്ട് നമ്മളിതിന് അപ്ലൈ ചെയ്യാൻ നിൽക്കാം. പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യും. ഓൺലൈനിൽ ആലിബാബ അങ്ങനത്തെ കുറേ സൈറ്റുകളുണ്ടല്ലോ. അപ്പോൾ പുറത്തുള്ള രാജ്യത്തുള്ള സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ രാജ്യത്തേക്ക് എത്തൂല കേട്ടോ. അത് ബോർഡറിൽ വന്ന് നിൽക്കും. നമുക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് ഉള്ളിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, ലൈസൻസ് ഇല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കരുത്. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സൗദി അറേബ്യയിൽ ഈ സാധനം കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഉപയോഗിക്കൽ പോട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവരലേ നടക്കുകയുള്ളൂ. മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്. ഒന്നും കൂടിയും പറയാം ഞാൻ. ഇക്കാമ വാലിഡായിട്ടുള്ള ഇക്കാമ വേണം, പാസ്പോർട്ട് വേണം, പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല, എന്നാലും വേണം. 4ാമത്തെ കേസ് പറഞ്ഞാൽ ഒരു നഫാത്ത് കണ്ടൊരു ആപ്ലിക്കേഷൻ നിർബന്ധമാണ് കേട്ടോ. ഇത് സൈറ്റ് ഓപ്പൺ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ നഫാത്ത് നിർബന്ധമാണ്. ഇതേപോലത്തെ വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. ഞാൻ മുൻപത്തെ വീഡിയോയിൽ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും കുറച്ചൊക്കെ ഉണ്ടാവും. വെറൈറ്റിയാണ് എന്തായാലും. എന്തൊക്കെയോ ഐറ്റങ്ങൾ അറിയോ എന്ന് കാണാനാണ്. ഓക്കെ, അത് പോട്ടെ, നമ്മൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ ഇതിന് നല്ല മസ്റ്റാണ്. കാരണം നമുക്ക് ഇതിന് പ്രൊഫൈൽ ആക്റ്റീവ് ആവണം. അതിന് തന്നെ നമുക്ക് ഏകദേശം 2 മാസം പിടിക്കും, 2-3 മാസം പിടിക്കും. അതിന് ശേഷം ഡ്രോൺ ആഡ് ചെയ്യണം. ഡ്രോൺ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തെവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്ത് അതിൻ്റെ സീരിയൽ നമ്പർ അതേപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ഡ്രോണൊക്കെ നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തുകൊണ്ട് അത് അപ്രൂവലായി കിട്ടാൻ ഏകദേശം 2 മാസം 1 മാസം എന്തായാലും വേണ്ടി വരും. പിന്നെ അതിന് ശേഷം പേയ്മെൻറ്റ് അടക്കണം. പേയ്മെൻറ്റ് അടക്കൽ പറഞ്ഞാൽ നമുക്കിത് ഈ 2 മാസത്തിൻ്റെ ഇടയിലായിട്ട് പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ വരെ നോട്ടിഫിക്കേഷൻ എല്ലായിടത്തും വരും കേട്ടോ. നമ്മൾ കൊടുത്തിട്ടുള്ള മെയിലിൽ അതേപോലെ തന്നെ മൊബൈൽ നമ്പറിൽ എല്ലാ കാര്യത്തിലും വരും നമ്മൾ നോട്ടിഫിക്കേഷൻ. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നോക്കാതിരിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾ കുറേ മെസ്സേജിൻ്റെ ഇടയിൽ കൂടെ അത് വിട്ടുപോകും. അപ്പോൾ നമ്മൾ ടൈം പിന്നെയും വൈകും. അപ്പോൾ നമ്മൾ അതിന് ശേഷം പേയ്മെൻറ്റൊക്കെ അടച്ചതിന് ശേഷം പിന്നെയും 2 ദിവസം കാത്തിരിക്കണം. ഇത് പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവാൻ 1 ദിവസം വേണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണം. നമ്മൾ ഡ്രോണാണ് രജിസ്റ്റർ ചെയ്ത്, അപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. ലൈസൻസിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് രണ്ടും പാടെ ഒരുമിച്ച് നമുക്ക് അപ്രൂവലായി കിട്ടും കേട്ടോ, രണ്ടും. അപ്പോൾ രണ്ടും അപ്ലൈ ചെയ്തതിന് ശേഷം 2 അപ്രൂവലാവും. ഒരു 2 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. ഏകദേശം 4 മാസം 5 മാസം എന്തായാലും മിനിമം പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമ നല്ലോണം ഈ കാര്യത്തിൽ വേണം, എന്നാലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയാൻ മറന്നല്ലോ, 2 തരത്തിലുള്ള ഡ്രോണാണ് ഉള്ളത്. ഒന്ന് റീക്രിയേഷണൽ ഡ്രോൺസ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോൺസും.
നമുക്ക് റീക്രിയേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഈ വ്ളോഗ് ചെയ്യാനും കാര്യത്തിനൊക്കെ ഏറ്റവും നല്ലത് റീക്രിയേഷനാണ്. കാരണം അത് അപ്ലൈ ചെയ്താലുള്ളൂ കിട്ടുക. കാരണം കൊമേഴ്ഷ്യലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ കുറേ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ ഡാറ്റകൾ കാര്യങ്ങളൊക്കെ വേണം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇത് നമുക്ക് ഇക്കാമ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നല്ല ആളുള്ള ഏരിയയിലൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എയർപോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാം. എയർപോർട്ടിൻ്റെ നമുക്കൊരു മാപ്പ് ഉണ്ട് ഇതിന്. ആ മാപ്പ് വെച്ചിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ സൗദി അറേബ്യ പ്രത്യേകിച്ച് പറയാമല്ലോ, പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ അവരുടെ നാട്ടിലാണല്ലോ, അപ്പോൾ നമ്മൾ തന്നെ ഇവരിൽ ഒരാളായിട്ട് മാറണമല്ലോ. അതുകൊണ്ട് നമ്മൾ വല്ല കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് ഇത് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഡ്രോൺ എടുത്തിട്ടുണ്ട്, ദുബായിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഡ്രോൺ എന്താണെന്നൊന്നും ഞാൻ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ പറയണില്ല. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് അതേപോലെ തന്നെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തുള്ള വീഡിയോയിൽ വരും. അപ്പോൾ അതും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നാമത്. പിന്നെ ഐറ്റം ഒരു സർപ്രൈസ് ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ഡ്രോണ് നമ്മൾ എടുത്തിട്ടുണ്ട് ദുബായിൽ നിന്ന്. അപ്പോൾ പോവല്ലേ, അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കണ്ടാലോ? ഓക്കെ, വരി. ആദ്യം നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗാക്ക ഡ്രോൺ ലൈസൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ UAS ഗാക്ക എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണിക്കും, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് നഫാത്ത്, ഇതിന് മുൻപായിട്ട് നമുക്ക് ഫോണിൽ നഫാത്ത് ഓതറൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നഫാത്ത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മളെ റെസിഡൻസി ID അഥവാ ഇക്കാമ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഓതറൈസേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. ഇങ്ങനെ വരുന്ന ഈ പേജിൽ നമ്മൾ ആ ടോപ്പിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പേജിൽ നമ്മളെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതിന് 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം വരുന്ന സ്റ്റെപ്പ് പറയുന്നത് ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ, മൊബൈൽ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഇക്കാമ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ ജോബ്, ഇവിടെ എന്താണ് ജോലി ചെയ്യണത്, അത് എവിടെയാണ് ലൊക്കേഷന്, അതേപോലെ ട്വിറ്ററിലുണ്ടോ ഫേസ്ബുക്കിലുണ്ടോ അതിൻ്റെയൊക്കെ ID കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻഡ് റിക്വസ്റ്റ്. അത് തന്നെ കേട്ടോ, വേറെ ഒന്നുമില്ല അതിൽ. ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആക്സെപ്റ്റ് സെൻഡ് എന്നുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒന്നും കൂടി നമ്മൾ ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്രൊഫൈൽ ആക്റ്റീവ് ആയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഓക്കെ, നഫാത്ത് വെച്ചിട്ട് ഓതറൈസേഷനൊക്കെ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രൊഫൈൽ ആക്റ്റീവ് ആവാൻ നമുക്ക് ഏകദേശം 2 മാസമെങ്കിലും പിടിക്കും കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മൾ ഫോണിലും മെയിൽ IDയിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കുക കേട്ടോ. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ പ്രൊഫൈലൊക്കെ ആക്റ്റീവായി. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഡ്രോണൊക്കെ രജിസ്റ്റർ ചെയ്ത് ലൈസൻസൊക്കെ എടുത്താണ്. അതുകൊണ്ട് ഇതേപോലത്തെ വിൻഡോ തന്നെയാണ് വരിക. ഈ പേജിൽ ഡ്രോണിൻ്റെ ഐക്കൺ കണ്ടില്ലേ, അവിടെ താഴെ ആയിട്ട് ആഡ് ഫസ്റ്റ് ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരിത് വരും. അതല്ലെന്നുണ്ടെങ്കിൽ ന്യൂ ഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഡ്രോൺ അവിടെ കാണിക്കും. റീക്രിയേഷണൽ ഡ്രോൺ, കൊമേഴ്ഷ്യൽ ഡ്രോൺ. നമ്മൾ റീക്രിയേഷൻ ഡ്രോണാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. കാരണം വെച്ചാൽ കൊമേഴ്ഷ്യൽ എടുക്കണമെങ്കിൽ ഭയങ്കര ചൊറയാണ്. കാരണം അതിന് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. റീക്രിയേഷൻ ഡ്രോൺ എന്ന് പറയുന്നത് നമ്മളെ 250 ഗ്രാമിൻ്റെ താഴെയുള്ള ഡ്രോണുകളൊക്കെ റീക്രിയേഷനാണ് കേട്ടോ, അതിൽ പെടുത്തും. പിന്നെ ഡ്രോൺ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഡ്രോൺ എടുക്കണം കേട്ടോ. നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഡ്രോൺ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് ഏതെങ്കിലും കൺട്രിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ സീരിയൽ നമ്പർ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ആയിട്ട് വാങ്ങണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ദുബായിൽ നിന്ന് ഡ്രോൺ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 3 സ്റ്റെപ്പുകളാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, ഡ്രോൺ രജിസ്റ്റർ ചെയ്യാൻ. ഓക്കെ, സീരിയൽ നമ്പർ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിരുന്നു സീരിയൽ നമ്പർ. ഓക്കെ, ഏത് കമ്പനീൻ്റെ ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ DJIൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ DJI അതിലേത് മോഡലാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അതേപോലെ തന്നെ സീരിയൽ നമ്പർ നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഡ്രോണിൻ്റെ പുറത്ത് സീരിയൽ നമ്പർ ഉണ്ടാവും, അതിൻ്റെ ഒരു ഫോട്ടോ കൂടി അയക്കാൻ പറയണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കുണ്ട്, അതിൻ്റെ ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫോട്ടോയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻഡ് റിക്വസ്റ്റ് എന്നുള്ളതുള്ളൂ, വേറെ ഒന്നുമില്ല. അതിൽ ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത്
കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് സെൻഡ്. ഓക്കെ, ഏകദേശം 1 മാസം മുതൽ 2 മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് പിടിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കതിലൊരു ബില്ലുണ്ടാവും, ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ബിൽ നമ്പർ ഉണ്ടാവും. അത് സദ്ദാത്ത് പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. ഏകദേശം 250 റിയാൽ, ഏകദേശം 250 ഗ്രാമിൻ്റെ താഴെയുള്ള ഡ്രോണുകൾക്കൊക്കെ വരും. ഓക്കെ, അത് സദ്ദാത്ത് പേയ്മെൻറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് താഴെ വരാം. താഴെ വന്നാൽ ലേറ്റസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അവിടെ അപ്രൂവൽ കണ്ടോ? ഓൾറെഡി നമ്മളത് അപ്രൂവൽ ആയതുകൊണ്ടാണ് അവിടെ പേയ്മെൻറ്റ് അടക്കുന്നതിന് മുന്നേ നമുക്ക് വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് എന്ന് കണ്ടൊരു ബട്ടൺ വരും. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ്, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. ഡ്രോണിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ. അതിൻ്റെ താഴെ കണ്ടോ ഇൻവോയ്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇൻവോയ്സ് നമ്പർ. ആ ഇൻവോയ്സ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സദ്ദാത്ത് പേയ്മെൻറ്റ് നടത്തുന്നത്. ഓൾറെഡി ഞാൻ പെയ്ഡാണ്, എൻ്റെ താഴെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസം പിടിക്കും കേട്ടോ. നമുക്കിത് പെയ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പേടിക്കൊന്നും വേണ്ട, അത് ഒരു ദിവസം പിടിക്കും. ഇതിപ്പോൾ ഡ്രോൺ മാത്രമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ലൈസൻസിനും കൂടി അപ്ലൈ ചെയ്യണം. ഓക്കെ, ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ടോപ്പിൽ ലൈസൻസ് എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്തതിന് ശേഷം ന്യൂ ലൈസൻസ് ഉണ്ടോ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റീക്രിയേഷനും അതേപോലെ തന്നെ കൊമേഴ്ഷ്യലുമാണ് അവിടെ കാണിക്കാം. ഞാൻ ഓൾറെഡി റീക്രിയേഷനിൽ ലൈസൻസ് എടുത്തുകൊണ്ട് എനിക്കിനി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ റീക്രിയേഷനൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടില്ലേ, ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റില്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ആ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 4 സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂൾസും കാര്യങ്ങളൊക്കെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ബേസിക് ഇൻഫർമേഷനാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ അതിൽ വരും. ഓൾറെഡി നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, മൂന്നാമത്തത് ഒന്നുമില്ല, റിക്വസ്റ്റ് ഡോക്യുമെൻറ്റ് ഒന്നുമില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് അടിക്കുക. ഇനിയിപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിൽ പോയാലും പ്രത്യേകിച്ചൊന്നുമില്ല, റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അവിടെ താഴെ ഉണ്ട് ഐ ആം നോട്ട് എ റോബോട്ട്. അത് പ്രസ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് സെൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, 2 ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് ആവും കേട്ടോ ലൈസൻസും ഡ്രോണൊക്കെ ആക്റ്റീവ് ആവും പിന്നീട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ലൈസൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, താഴെ ആക്റ്റീവാണ്. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് ഓപ്ഷനുകൾ താഴെയുള്ള അവിടെ നോക്കിയാൽ നമുക്ക് PDF ആയിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രോണിൻ്റെ ഐക്കണിൻ്റെ താഴെ നമ്മളെ പ്ലേറ്റ് നമ്പറൊക്കെ കാണും. അതിൻ്റെ താഴെ ലേറ്റസ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള അതിൻ്റെ അവിടെ അപ്രൂവലായി കിടക്കണമില്ല. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഡ്രോണിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. താഴെ ഉണ്ടാവും ഡ്രോൺ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് PDF ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടിയ 2 ലൈസൻസും 1 ഇയർ വാലിഡിറ്റി ആണ് കേട്ടോ. അതിനുശേഷം അത് റിന്യൂ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ലൈസൻസ് ഒന്നും ഇല്ലാതെ ആരും ഇത് ഉപയോഗിക്കരുത് കേട്ടോ. ഏത് രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ലൈസൻസ് ഒന്നും ഇല്ലാതെ ഉപയോഗിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളൊന്നും ആവാൻ നിൽക്കണ്ട. അപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്തോ, നമ്മൾ വെയിറ്റ് ചെയ്തോ, നമുക്കിത് കിട്ടും. ഒരു മുടക്കുമില്ല. ഇത് കിട്ടാതിരിക്കില്ല എന്തായാലും. നമുക്ക് കിട്ടിയല്ലോ, പിന്നെ നിങ്ങൾക്ക് കിട്ടാകുമോ? സൗദി അറേബ്യയിൽ അങ്ങനെ നമുക്ക് ഡ്രോണിൻ്റെ ലൈസൻസ് കിട്ടി. അപ്പോൾ ഇനി നമുക്കുള്ളത് എവിടെ? നമ്മളെ നാട്ടിൽ. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ കമൻറ്റിൽ കമൻറ്റ് ചെയ്തോളി. ഞാൻ അതിൻ്റെ ഡൗട്ടുകളൊക്കെ ഞാൻ തീർത്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.